നിലമ്പൂരിൽ അംഗം മുറുകുകയാണ്. ആര് വിജയിക്കും എന്ന കാര്യത്തിൽ തർക്കമാണ് എല്ലാ ആളുകൾക്കും. എല്ലാ സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. നിലമ്പൂരിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും രാഷ്ട്രീയ ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. PV അൻവറാണോ, ആര്യാടൻ ഷൗക്കത്താണോ, സ്വരാജാണോ, NDA സ്ഥാനാർത്ഥിയാണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നിലമ്പൂരിൻ്റെ മണ്ണിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും കുടുംബയോഗങ്ങളും സ്ഥാനാർത്ഥി പര്യടനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ചന്തക്കുന്ന് സ്റ്റാൻഡിലാണ്. ചന്തക്കുന്ന് സ്റ്റാൻഡിൽ അൻവറിൻ്റെ പ്രചരണ വാഹനമാണ് ഈ നിൽക്കുന്നത്. ഇവിടെ PV അൻവറിൻ്റെ പ്രചരണ വാഹനം നിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അതിൻ്റെ ചുറ്റുപാടുമുള്ള ഒരുപാട് ആളുകൾ രാഷ്ട്രീയ ചർച്ചകളിലെല്ലാം മുഴങ്ങി നിൽക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും 4 പേർ കൂടുന്നിടത്തെല്ലാം രാഷ്ട്രീയ ചർച്ചകൾ മാത്രമാണ്. ഇവിടെയുള്ള ആളുകളോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. എങ്ങനെയുണ്ട് നിലമ്പൂർ പോരെങ്ങനെയുണ്ട്? നിലമ്പൂർ നല്ല പ്രവർത്തനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ത്രികോണ മത്സരമാണ് ഇവിടെ. ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ ആരൊക്കെ തമ്മിലാണ് മത്സരം? ഇവിടെ ഇപ്പോൾ CPM-ഉം PV അൻവറും ആര്യാടൻ ഷൗക്കത്തും. ഓക്കെ, ആർക്കാണ് മുൻതൂക്കം? എന്തായാലും ഇതിലിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന PV അൻവറാണ്. അൻവർ ജയിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് അൻവർ സ്ഥാനാർത്ഥിത്വം അല്ല, അൻവർ MLA സ്ഥാനം രാജിവെക്കുകയും തുടർന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയും വീണ്ടും അൻവർ തന്നെ മത്സരിക്കുകയും ചെയ്യുന്നു എന്നൊരു കാര്യത്തിൽ വോട്ടുകൾ കിട്ടാൻ വളരെയേറെ കുറവാണ് എന്നുള്ള ആൾക്കാർ പറയുന്നുണ്ടല്ലോ. അദ്ദേഹം സർക്കാരുകളുടെ പിണറായിസത്തിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ ജനമാണ് സ്ഥാനാർത്ഥി. അത് PV അൻവറിലൂടെ ജയിക്കുന്നതാണ് പറയുന്നത്. അതെ, ഇവിടെ PV അൻവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങളാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്, PV അൻവർ അല്ല എന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വിജയിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇവിടെ എങ്ങനെയുണ്ട് നിലമ്പൂർ ഇലക്ഷൻ? എങ്ങനെയുണ്ട് നിലമ്പൂർ ഇലക്ഷൻ? നല്ല ചൂടാണ്. ആര് ജയിക്കും? ബാപ്പുട്ടി ജയിക്കും. ബാപ്പുട്ടി ജയിക്കുന്നതാണ്. എന്താണ് പറയാൻ കാരണം? എന്നാ ബാപ്പുട്ടി ജയിക്കുന്ന പറഞ്ഞാൽ നിലമ്പൂർ സുപരിചിതനാണ്, എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തുന്ന ആളാണ്, നല്ല പ്രവർത്തകനാണ്, നല്ല സാധുക്കൾക്ക് നല്ല ഗുണങ്ങൾ ചെയ്യുന്ന ആളാണ്. അങ്ങനെ എല്ലാ നിലക്കും ബാപ്പുട്ടി ജയിക്കും. ബാപ്പുട്ടിയെ ജയിക്കൂ? ബാപ്പുട്ടിയെ ജയിക്കൂ. അതെ, PV അൻവർ ജയിക്കുമെന്ന് ഒരാൾ പറയുമ്പോൾ ബാപ്പുട്ടിയാക്ക, അതായത് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്നാണ് മറ്റ് ആളുകൾ പറയുന്നത്. നമുക്കിവിടെ ഓട്ടോ തൊഴിലാളികളുടെ അടുത്തൊക്കെ ഒന്ന് പോകേണ്ടതുണ്ട്. എന്തായാലും എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളത് നോക്കാം. ആൾക്കാർ എല്ലാവരും പല ആൾക്കാരും പറയാൻ മടിക്കുകയാണ്, എന്തുകൊണ്ടാണ് എന്നറിയില്ല. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ആര് വിജയിക്കും? തീർച്ചയായിട്ടും M സ്വരാജ് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കും. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇവിടുത്തെ ക്ഷേമ പ്രവർത്തനങ്ങളല്ല, വികസന കാര്യങ്ങളല്ല കാര്യമായിട്ട് പറയാനുള്ളത്. ജനങ്ങൾക്ക് പെൻഷൻ സമയത്തിന് കിട്ടുന്നത്, റോഡ് വികസനം, മലയോര ഹൈവേ, എല്ലാ രംഗത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചോദിക്കാനും ജയിക്കാനും അവകാശമുണ്ട്. ഓക്കെ, പലപ്പോഴും പറയുന്നുണ്ട് ഇവിടെയുള്ള പല പ്രശ്നങ്ങൾ വരുമ്പോഴും M സ്വരാജ് ഇടപെടുന്നില്ല എന്നൊക്കെ ഒരു ആരോപണം വരുന്നുണ്ടല്ലോ. അതൊരു നേതാവ് പറഞ്ഞ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഈ ഒരു മണ്ഡലത്തിൽ ചുറ്റിത്തിരിക്കുന്ന ആവശ്യമല്ലല്ലോ. എല്ലായിടത്തും കേരളം മൊത്തത്തിൽ പ്രവർത്തനം നടക്കും. ഇപ്പം സ്ഥാനാർത്ഥി അതുകൊണ്ട് ഇവിടെ വന്നു, എന്നാലും ഇവിടുത്തെ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടാനും വരലുണ്ട്. ഇവിടെ ഞങ്ങളൊക്കെ ഇപ്പം സ്വരാജിനെ കാണലുണ്ട്. പേര് നാട്ടുകാരെ പറയുന്നത് യഥാർത്ഥമല്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ മറ്റേ കവളപ്പാറ ദുരന്തമൊക്കെ സജീവമായിട്ട് സ്വരാജ് ജനങ്ങളൊപ്പം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഓരോ ആൾക്കാരും മുന്നോട്ട് വെക്കുന്നത്. PV അൻവർ വിജയിക്കുമെന്ന് പറയുന്നു, ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന് പറയുന്നു, M സ്വരാജ് വിജയിക്കും എന്ന് പറയുന്നു. അങ്ങനെ പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ആളുകളിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും 19-ാം തീയതി വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾ ബൂത്തിലേക്ക് എത്തുമ്പോൾ ആർക്കാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് അറിയാൻ വേണ്ടി. വീണ്ടും 23-ാം തീയതിയാണ് ഫലം നമുക്ക് അറിയാൻ കഴിയുക, ആരായിരിക്കും വിജയിക്കുക എന്നുള്ളത്. ഇവിടെ ഒരു ത്രികോണ മത്സരമാണ് നിലമ്പൂരിൽ എന്ന് പറയുമ്പോഴും NDA സ്ഥാനാർത്ഥി നിരവധി വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ ആവില്ല. എന്തായാലും നിലമ്പൂരിൻ്റെ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെയായി നമ്മൾ കൂടെയുണ്ടാവും. ക്യാമറാമാൻമാരായ അഖിലിനൊപ്പം സനുവിനുമൊപ്പം റോജി ഇലവനാങ്കുഴി, ഷെക്കൈന ന്യൂസ്, നിലമ്പൂർ.